നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് പുതിയ ഒരു ജോലിയാകാം, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമാകാം, അതുമല്ലെങ്കിൽ മികച്ച ഒരു ബന്ധമാകാം. അതിനുവേണ്ടി നിങ്ങൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, അഫർമേഷനുകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ മനസ്സിലെവിടെയോ ഒരു ഭയം വരും. ഇതൊക്കെ എനിക്ക് കിട്ടുമോ? ഈ കാണുന്ന യാഥാർത്ഥ്യത്തിൽ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? ഈ സംശയങ്ങളും ഭയങ്ങളും കാരണം പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമുക്ക് ലഭിക്കാത്തത്? ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആഗ്രഹങ്ങളെ പുറത്തു തിരയുന്നു, എന്നാൽ യഥാർത്ഥ സൃഷ്ടി നടക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉള്ളിലാണ്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. കുറേയധികം വർഷങ്ങളായിട്ട് സൈക്കോളജി, ഹിപ്നോസിസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള വിധത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ചിന്തകളെയും യാഥാർത്ഥ്യങ്ങളെയും പൂർണ്ണമായിട്ടും മാറ്റാൻ സാധ്യതയുള്ള വളരെ വലിയ ഒരു രഹസ്യമാണ്. പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തമാണ് എങ്ങനെ വിശ്വസിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ പഠിക്കുന്നത്. അതായത് കോൺഷ്യസ് ക്രിയേഷൻ. വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാവൂ. ഈ വിഷയം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. അതുപോലെ സൈക്കോളജി, ഹിപ്നോസിസ് തുടങ്ങിയ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സത്യമുണ്ട്. നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഈ ബാഹ്യലോകം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം, നമ്മുടെ ഭൗതികമായിട്ടുള്ള സമ്പത്ത്, നമ്മുടെ ഇപ്പോഴത്തെ ജോലി, ചുറ്റുമുള്ള മനുഷ്യർ, ഇതിനെയൊക്കെ നമ്മൾ 3D റിയാലിറ്റി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഈ 3D ലോകം എന്താണ്? ഇത് കേവലം നിങ്ങളുടെ പഴയ ചിന്തകളുടെയും പഴയ വ്യക്തിത്വത്തിൻ്റെയും ഒരു ബാക്കി പത്രം മാത്രമാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ എന്താണോ വിശ്വസിച്ചിരുന്നത്, അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സൃഷ്ടി, ക്രിയേഷൻ എവിടെയാണ് നടക്കുന്നത്? അത് നടക്കുന്നത് നിങ്ങളുടെ തന്നെ ഉള്ളിലാണ്. നിങ്ങളുടെ ഭാവനയിലും ഉപബോധ മനസ്സിലുമാണ് അത് സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ 4D റിയാലിറ്റി എന്ന് വിളിക്കും. പ്രപഞ്ചത്തിലെ സൃഷ്ടി മുന്നേ തന്നെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും സാധ്യമായിട്ടുള്ള രൂപങ്ങൾ ഇപ്പോൾ തന്നെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് പണമോ വിജയമോ ഒന്നും സൃഷ്ടിക്കേണ്ടതില്ല. മറിച്ച് ആ സമ്പന്നനായിട്ടുള്ള വ്യക്തിയുടെ ജീവിതത്തെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വെച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഉള്ളിൽ എന്താണോ അനുഭവിക്കുന്നത്, അത് അധികം വൈകാതെ നിങ്ങളുടെ പുറത്തുള്ള ആ 3D ലോകത്തിലും യാഥാർത്ഥ്യമായിട്ട് മാറും. ഇതിനെയാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ചില സംശയങ്ങൾ വന്നിട്ടുണ്ടാകും. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അനുഭവിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന്. ഈ വിധത്തിൽ ഉള്ള ഒരു ചോദ്യം നിങ്ങളുടെ ലോജിക് മൈൻഡ് ഇപ്പോൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ട ആളാണ് എന്ന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല എന്ന് വിശ്വസിക്കാൻ നമ്മൾ എന്തെങ്കിലും പ്രത്യേക അഫർമേഷനുകളോ ടെക്നിക്കുകളോ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ ആ നെഗറ്റീവ് ചിന്തകളെ വിശ്വസിച്ചു, അല്ലേ? എന്നാൽ പുതിയ ഒരു പോസിറ്റീവ് ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ നോക്കുമ്പോൾ മാത്രം നിങ്ങളുടെ ഉള്ളിലെ ആ ഈഗോ അല്ലെങ്കിൽ ലോജിക്ക് നിങ്ങളെ തടയുന്നു. ഇതിന് കാരണം
നമ്മുടെ സമൂഹവും ചുറ്റുപാടുകളും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും കുറവുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനാണ്. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും സാധാരണ ശീലിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോജിക്കിനെ മറികടക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. പുതിയ പോസിറ്റീവ് ചിന്തകളെ ഒരു പോരാട്ടമായിട്ട് കാണാതെ വളരെ ശാന്തമായിട്ട് യാതൊരു വിധത്തിലുമുള്ള ഒരു നിർബന്ധവുമില്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള ആ സത്യത്തെ സ്വയം സ്വീകരിക്കുക. അവിടെ ആ പഴയ സംശയങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഒരു സിനിമാ കഥയെ ഒന്ന് സങ്കല്പിക്കൂ. കാട്ടിലെ മൃഗങ്ങളുടെ ഒരു കഥയിൽ കടലിനടിയിലെ ഒരു മത്സ്യത്തിന് പോയി ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ആ കഥാപാത്രം അവിടെ മാറിയേ മതിയാവൂ. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പുതിയ ജീവിതത്തിലേക്ക്, പുതിയ സാമ്പത്തിക അവസ്ഥയിലേക്ക് കടക്കാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ വ്യക്തിത്വം, ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും മാറണം. ആ പഴയ വ്യക്തിത്വത്തെ അതേപടി നിലനിർത്തിക്കൊണ്ട് പുതിയ വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇതിനു വേണ്ടി വളരെ ലളിതമായ ഒരു രീതി ഞാൻ പറയാം. എപ്പോഴൊക്കെ നിങ്ങളുടെ പുറത്തുള്ള ആ 3D ലോകത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുവോ, അത് ഒരു സാമ്പത്തിക തടസ്സമാകാം, അല്ലെങ്കിൽ ഒരു മോശം അനുഭവമാകാം, അതല്ലെങ്കിൽ ഒരു ബന്ധത്തിലുണ്ടായിരിക്കുന്ന അപാകതയാകാം, അതെന്ത് തന്നെ ആയാലും അപ്പോഴൊക്കെ നിങ്ങൾ ഇനി പറയുന്ന 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ശക്തമായിട്ട് നിഷേധിക്കുക. മനസ്സിൽ നിങ്ങളോട് തന്നെ പറയുക, ഇത് എൻ്റെ പഴയ ചിന്തകളുടെ ഫലമാണ്, ഇതല്ല എൻ്റെ യഥാർത്ഥ ലോകം. 2, തിരഞ്ഞെടുക്കുക. പുതിയ പോസിറ്റീവ് യാഥാർത്ഥ്യത്തെ ഭാവനയിൽ കാണുകയും അത് തിരഞ്ഞെടുക്കുകയും ചെയ്യണം. അതായത് നിങ്ങൾക്ക് ശരിക്കും എന്താണോ വേണ്ടത്, സമ്പത്താണെങ്കിൽ അങ്ങനെ, നല്ല ജോലിയാണെങ്കിൽ അങ്ങനെ, നല്ല ബന്ധങ്ങളാണ് എങ്കിൽ അങ്ങനെ, അതെന്താണോ വേണ്ടത് അത് ഭാവനയിൽ കാണണം. എന്നിട്ട് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും അത് തിരഞ്ഞെടുക്കണം, അതായിട്ടങ്ങ് മാറണം, അനുഭവിക്കണം. 3, മാറുക. ആ പുതിയ വ്യക്തിയായിട്ട്, പുതിയ ഐഡൻറ്റിറ്റി ആയിട്ട് ആ നിമിഷം മുതൽ തന്നെ പൂർണ്ണമായിട്ടും ജീവിക്കാൻ തുടങ്ങുക. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലെ ആക്ട് ആസ് ഇഫ് എന്ന് പറയും. അങ്ങനെ തന്നെ ജീവിക്കാൻ തുടങ്ങുക. ഒരു സമ്പന്നൻ്റെ ജീവിതം മനസ്സുകൊണ്ട് വൈകാരികമായിട്ടങ്ങ് ജീവിക്കുക. സമൃദ്ധമായിട്ടുള്ളൊരു ജീവിതം സുഖമായിട്ട് ജീവിക്കുക. മനസ്സുകൊണ്ട് വൈകാരികമായിട്ട് സ്നേഹസമ്പൂർണതയെ പൂർണ്ണമായിട്ടും അനുഭവിച്ചറിയുക. അവിടെ നിങ്ങളുടെ ഉപബോധ മനസ്സിന് സത്യമേത്, ഭാവനയേത് എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങൾ ഉള്ളിൽ ഈ പുതിയ വ്യക്തിയായിട്ട് മാറുമ്പോൾ അവിടെ നിങ്ങളുടെ വൈബ്രേഷൻ മാറും. അതിലൂടെ നിങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളും അത്ഭുതകരമായിട്ട് തന്നെ മാറാൻ തുടങ്ങും. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ കേവലം ഒരു തിയറി മാത്രമല്ല. സൃഷ്ടി മുൻപ് തന്നെ നടന്നു കഴിഞ്ഞു എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയങ്ങളും ആശങ്കകളുമെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോരാടുന്നതിന് പകരം ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ആ 4D ലോകത്തിലെ ആ വ്യക്തിയായിട്ടങ്ങ് മാറുക. അതോടുകൂടി പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ പല വിധത്തിലുള്ള വഴികൾ തുറന്നു വയ്ക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചറിവ് എന്തായിരുന്നു? നിങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ ആ തിരിച്ചറിവ്, ചിന്ത, അതെന്ത് തന്നെ ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അപാരമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ശാശ്വതമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എങ്ങനെ സ്വയം നേടിയെടുക്കാം എന്നറിയാനും യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വളരെ പ്രസിദ്ധമായ ആൽക്കമി 3.0 പോലെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാമുകളിലൂടെ നിങ്ങളുടെ സാമ്പത്തികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഊർജത്തെ ഏറ്റവും മികച്ച വിധത്തിലേക്ക് മാറ്റിയെടുക്കാനും
നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ആകർഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നമ്മുടെ ഓൺലൈൻ വാട്സപ്പ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഈ ട്രെയിനിങ്ങിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും മികച്ച ആ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും ഉണർത്താനും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചം നൽകിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വിധത്തിലുള്ള വീഡിയോകൾ നിരന്തരം കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.